അങ്ങനെ തിരിച്ചു വരുന്ന സമയം അത്യാവശ്യം ഒരു കാര്യമുള്ളത് കാരണം ഞാനാ വണ്ടി ഓടിച്ചത്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചപ്പോൾ ഒരു ഉസ്താദിന്റെ വണ്ടിയെ ഓടിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു പയ്യനിരിക്കുന്നുണ്ട്, ഓൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഉസ്താദിന്റെ വണ്ടി ആരെടുത്തോണ്ട് പോയാലും സാധാരണ ഇടിക്കാറുണ്ട്, ഉസ്താദെ ഒന്ന് പതുക്കെ പോകാൻ. ഇവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ട് സ്പീഡ് തന്നെ കുറച്ചൊന്നും മിണ്ടാതിരിയിടാന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, ഒരു മതിൽ പിടിച്ചിട്ട് വണ്ടി താഴെ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഏർവാടിയിൽ ഒരിക്കൽ സിയാറത്തിന് പോയപ്പോൾ ഒരു ഉസ്താദ് കരയുന്നുണ്ട്. ഉസ്താദെ, എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ മുഴുവനും A+ വാങ്ങിച്ച കുട്ടിയാ ഉസ്താദെ, നിലവിളിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ചവരെ പോലെ കിടന്നോടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റോഡിൻ്റെ മുകളിലൊക്കെ ഫ്ലെക്സും കെട്ടി സ്റ്റാറ്റസ് വിട്ട് അടക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, എന്തെല്ലാം പറയുന്നു ആൾക്കാർ. കണ്ടോ കടാ, മൊത്തം A+ വാങ്ങിച്ചൊരു പെണ്ണിനെ കണ്ടോ, ഒരു മോനെ കണ്ടോ, നീ ഇങ്ങനെ നടന്നോടാ. കണ്ടാറ് എന്തൊരു ബുദ്ധിയാ. അല്ലാ, തീർന്നില്ല കാര്യം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? നബിയെ, പെട്ടെന്ന് വീണു നബിയെ. ഇവിടുന്ന് വസ്ത്രം ഊരിയപ്പോൾ പെട്ടെന്ന് വീണു നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് വിളിച്ച്, നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നബിതങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാ, അലാമായ ഖുതുല അഹദുക്കും അഖ, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് നബിയനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്തത് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാണ്. സർവകാര്യങ്ങളും അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാണ്. യൂസുഫ് എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകനെ കൂടപ്പറപ്പുകൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു കൊല്ലാൻ നോക്കി. അതാ മരിച്ചു എന്നവര് വിചാരിച്ചു. യാക്കൂബ് നബി പറഞ്ഞു, എൻ്റെ പൊന്നുമകൻ മരിച്ചിട്ടില്ല. വാപ്പാ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോയി. വാപ്പാ, നിങ്ങൾ എന്തേ ഇങ്ങനെ ഇരിക്കുന്നത്? യാക്കൂബ് നബി പതറിയില്ല. യാക്കൂബ് നബി പതറിയില്ല. എന്നെങ്കിലും ഒരിക്കൽ തന്റെ പൊന്നാര മകൻ യൂസുഫ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ലാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ബിന്യാമീൻ എന്ന് പറയുന്ന 12ാമത്തെ മകനെയും നഷ്ടപ്പെട്ടു. അപ്പോഴും പടച്ചവനെ യാക്കൂബ് നബി പറഞ്ഞു, അല്ലാഹു കൈവിടൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ പരമേൽപ്പിച്ചിട്ട് അവിടുന്ന് തവക്കൽ ഏൽപ്പിച്ചു ജീവിച്ചപ്പോ അല്ലാഹു 12 മക്കളെയും തിരിച്ചു കൊടുത്തില്ലേ, അധികാരം കൊടുത്തില്ലേ. തന്റെ പൊന്നുമക്കള് വാപ്പയുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പടച്ചവനെ മാപ്പ് പറഞ്ഞില്ലേ. എല്ലാം അല്ലാഹു കൊടുത്തടോ. ഒരു ഭരണാധികാരിയുടെ വാപ്പയായി യാക്കൂബ് നബി മാറിയില്ലേ. കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ലേ. തന്റെ പൊന്നാര മകൻ ഈജിപ്തിന്റെ അധികാരം കൊടുത്തില്ലേ. 12 മക്കളെയും തിരിച്ചു കൊടുത്തില്ലേ. യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അത് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സമുദായത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ആത്മഹത്യ കുറവായിരുന്നു. മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. ഇന്ന് 25% ആത്മഹത്യ കൂടിയിരിക്കുകയാണ്. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. മൊബൈൽ എടുത്തതിന് വഴക്കു പറഞ്ഞതിന്റെ പേരിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാ. കറങ്ങാൻ പടച്ചവനെ ടൂർ പോകാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ മക്കൾ ആത്മഹത്യ ചെയ്യുകയാ. ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. പടച്ചവനെ, എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ പിടിച്ചു നിൽക്കാൻ ഇന്നത്തെ മക്കൾക്ക് കഴിയുന്നില്ലടോ. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാണ്, നമുക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആത്മഹത്യയുടെ വില നമുക്കറിയുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗം ഹറാമായ ചിലരുണ്ട്, ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകാത്ത ചിലരുണ്ട്. ഈ സമുദായത്തിൽ പടച്ചവനെ ആത്മഹത്യ ചെയ്താ സ്വർഗത്തിൽ പോകില്ലെന്നറിയാ. അതുകൊണ്ട് ആത്മഹത്യ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പൊ വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാ മക്കളോട് പറഞ്ഞു കൊടുക്ക്, ഒരിക്കലും സ്വർഗത്തിൽ പോകൂല. സ്വർഗം ഹറാമാ, സ്വർഗം ഹറാമാ. ആർക്കാണെന്നറിയോ? അല്ലാഹു കൊടുത്ത ആയുസ് സ്വന്തമായിട്ട് അവസാനിപ്പിക്കുന്നവൻ, അവന് സ്വർഗം ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങള് എന്തിനാണ് ഒരു ഉദാഹരണം പറയട്ടെ. വാളിന്റെ വാളിനെ പോലുള്ള ഒരു ആയുധം കൊണ്ട് ഒരു സ്വഹാബി ആത്മഹത്യ ചെയ്യുകയാ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വാള് പോലെ പടച്ചവനെ കത്തി പോലെയുള്ള എന്തോ കൊണ്ട് സ്വന്തമായിട്ട് കുത്തി ആത്മഹത്യ ചെയ്തു. ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിങ്ങളിൽ ആരെങ്കിലും ഇമാമത്ത് നിൽക്ക്. സഹാബാ, ആരെങ്കിലും ഒന്ന് ഇമാമത്ത് നിൽക്ക്. നബി തങ്ങൾ ഇമാമത്ത് നിന്നില്ല. കാരണം നിന്നിട്ട് കാര്യമില്ല. മക്കളെ, ദുനിയാവ് മാത്രമല്ല ആഖിറവും പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നില്ല. പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മക്കളോട് പറ, അല്ലാഹു കൈവിടൂല. ആര് കൈവിട്ടാലും അല്ലാഹു കൈവിടൂല. ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ ഉപദേശിച്ചിട്ട് മക്കളെ നന്നാക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടവര്, ഉസ്താദേ എന്റെ പൊന്നുമോനെ എത്ര നോക്കിയിട്ടും ഇവൻ നന്നാകുന്നില്ല, ഇവന്റെ കള്ളുകുടി മാറുന്നില്ല, ഇവന്റെ ദുസ്വഭാവങ്ങൾ മാറുന്നില്ല. എഴുതിത്തെള്ളാൻ വരട്ടെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് ലോകമറിയുന്ന പണ്ഡിതനാ. ആരാ ഫുളൈൽ എന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ ഫുളൈൽ, ഏത് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലും വ്യഭിചരിക്കുന്ന ഫുളൈൽ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ നന്നായ മനുഷ്യനാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. ലോകമറിയുന്ന പണ്ഡിതനാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. എത്രയൊക്കെ ഉപദേശിച്ചിട്ടും തന്റെ മകൻ നന്നാകുന്നില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല. എന്തൊക്കെ ചെയ്തു നോക്കി, എവിടെയെല്ലാം കൊണ്ടുപോയി നോക്കി. എന്നിട്ട് തന്റെ പൊന്നാര മകൻ നന്നാകാതെ വന്നപ്പോ അവസാനം ഫുളൈൽ തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ അസ്ലിഹ്ഹാ. അല്ലാഹുവിനോട് പറയുന്ന പടച്ചവരെ, ഫുളൈൽ തങ്ങൾ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹ്, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഇവനെ നന്നാക്കാൻ നോക്കി പടച്ചവനെ, ഞാൻ പരാജയപ്പെട്ടു തമ്പുരാന്. അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ അല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു എത്ര ഉപദേശിച്ചിട്ടും നന്നാകാത്ത മകനെ അല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയുന്ന പടച്ചവനെ, തവക്കൽതു അലല്ലാഹ്, എന്റെ മോനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ. പടച്ചവനെ, എന്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാഹ്. ദുആ ചെയ്തിട്ടുണ്ടോ പെങ്ങളെ? സ്വന്തം മക്കള് തെറ്റ് ചെയ്യുമ്പോ ഉപദേശിച്ചിട്ട് നന്നാകാതെ വരുമ്പോ നീ നശിക്കട്ടടാ, എത്രയോ പേര് മരിച്ചു പോകുന്നു, നീ മരിക്കുന്നില്ലടാ എന്നും മക്കളെ പ്രാവുന്ന ഉമ്മ, മക്കളെ ശപിക്കുന്ന ഉമ്മ, ശപിക്കല്ലേ ഉമ്മ, മക്കളെ ശപിക്കല്ലേ. നിന്റെ ദുആയിക്ക് ഇജാബത്തുണ്ട്, നിന്റെ വാക്ക് അല്ലാഹു കേൾക്കുമുമ്മ. ഒരു ദേശിപ്പുറത്ത് സ്വന്തം മക്കളെ പ്രാവിയ അവസാനം അവൻ കടന്ന് കണ്ണുനീര് കുടിക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് അല്ലാഹുവിനോട് പറയുന്ന പടച്ചവനെ, തവക്കൽതു അലല്ലാഹ്, എന്റെ മോനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ, ഇവനെ നന്നാക്കണേ അല്ലാഹ്.
പടച്ചവനെ ഫുളൈൽ തങ്ങൾ ദുആ ചെയ്തു, തന്റെ പൊന്നാര മകൻ നന്നായടോ, അവന്റെ സ്വഭാവം മാറുകയാ, ദുസ്വഭാവങ്ങൾ മാറുകയാ. പാട്ട് കേട്ട് ആസ്വദിച്ച് നടന്ന അലിയുണ്ടല്ലോ, ഖുർആൻ കേൾക്കാൻ തുടങ്ങി. അവൻ ഖുർആൻ കേൾക്കാൻ തുടങ്ങി. ഖുർആനിനോട് വല്ലാത്ത ഒരു പ്രണയം വന്നു, ഖുർആനിനോട് വല്ലാത്ത സ്നേഹം വന്നു. അവസാനം അല്ലാഹനെ ഏൽപ്പിച്ച അലി എന്ന് പറയുന്ന പൊന്നുമോന് അഹ്ലുൽ ഖുർആൻ, അവന് ഖുർആനിന്റെ അഹ്ലുകാരനായി മാറി. അവന് ഖുർആൻ ഓതിയിട്ടാണ് മരിച്ചു പോയതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മക്കളെ അല്ലാഹനെ ഏൽപ്പിച്ചോ, മക്കളെ അല്ലാഹനെ ഏൽപ്പിച്ചോ, അല്ലാഹുവിലെ തവക്കലേൽപ്പിച്ചോ. പടച്ചവൻ നിങ്ങളുടെ മക്കളെ നന്നാക്കി തരും പെങ്ങളെ. എന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യ്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. എന്നെങ്കിലും ഒരിക്കൽ നേരെയാകും പെങ്ങള്. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്. യാക്കൂബ് നബി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അഞ്ചാമത്തെ കാര്യം അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാ. ഒരു ചരിത്രം കൂടെ പറയട്ടെ, ഒരു ചരിത്രം കൂടെ പറഞ്ഞു തരട്ടെ. അല്ലാഹനെ ഏൽപ്പിച്ചാ കിട്ടുന്ന ഒരു ചരിത്രം പറയട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങളുണ്ടല്ലോ, പടച്ചവനെ ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാ. അതാ ഉമർ തങ്ങൾ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ അതാ ഒരു വാപ്പയെയും മകനെയും കാണുകയാണ്, ഒരു ഉപ്പാനെയും മകനെയും കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ ഉമർ തങ്ങൾക്ക് അത്ഭുതമായി. വാപ്പയും മകനും ഒരുപോലെ ഇരിക്കുന്നു, കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ, രണ്ടുപേരും ഒരുപോലെ. കാക്കയ്ക്കൊരു നിറമാണ്, കാക്കയുടെ കുഞ്ഞിനും ഒരു നിറമാണ്. രണ്ടുപേരും വരച്ചു വച്ചതുപോലെ ഇരിക്കുകയാ. അല്ലാഹുവേ, പരിഹസിച്ചതല്ല, കറുത്ത നിറമെന്ന് പറഞ്ഞതല്ല. വാപ്പയും മകനും ഒരുപോലെ ഇരിക്കുന്നത് കണ്ടപ്പോ, അങ്ങനുണ്ടടോ, ചിലർക്ക് വാപ്പയുടെ അതേ രൂപമാണ്, ചിലർക്ക് ഉമ്മയുടെ അതേ രൂപമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ നടന്നു വരുന്നത് കണ്ട മുത്തുനബി വരുന്നത് പോലെയാ. ഫാത്തിമ, നീ ഉപ്പാനെ പോലെയാ, ഉപ്പയുടെ മകളെ എന്നാ ഫാത്തിമയെ വിളിച്ചിരുന്നത്. അല്ലാഹുവേ, ഉമർ തങ്ങൾ ചോദിക്കുന്നു, വാപ്പയും മകനും ഒന്നുപോലെ ഇരിക്കുന്നല്ലോ. ആ സമയത്ത് ഉമർ തങ്ങളോട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഈ മകൻ ആരാണെന്നറിയോ, ഈ മോൻ ആരാണെന്നറിയോ, ഇവനെ എങ്ങനെ കിട്ടിയതാണെന്നറിയോ, ഇവൻ അല്ലാഹു എനിക്ക് എങ്ങനെ തന്നതാണെന്നറിയോ. പെങ്ങളെ, ഉമർ തങ്ങളോട് ആ മനുഷ്യൻ അവിടുന്ന് ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ. എന്താ ചരിത്രമെന്നറിയോ? വാപ്പാനെ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ ആ പൊന്നുമോന് അല്ലാഹു കൊടുത്തത് എങ്ങനെയെന്നറിയോ? ആ മനുഷ്യന് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആ മനുഷ്യന് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാ. തന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് രണാങ്കണത്തിലേക്ക് പോകുമ്പോ സങ്കടത്തോടെ നിൽക്കുന്ന ഗർഭിണിയായ ഭാര്യ, ആ ഭാര്യയുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോ ആ മനുഷ്യൻ അതാ ഗർഭിണിയായ ഭാര്യയുടെ വയറിലിങ്ങനെ കൈവെക്കുകയാ. യുദ്ധത്തിന് വേണ്ടി പോകുന്ന മനുഷ്യനുണ്ടല്ലോ, പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാ, ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാന്, ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാന്, എന്റെ പൊന്നുമോനെ നീ നോക്കണേ അല്ലാ. പിതാവ് അതാ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് പറയുകയാണ്, യുദ്ധത്തിന് പോയി സഹോദരാ, യുദ്ധത്തിന് പോയി സഹോദരാ. ആ സ്വഹാബി പടച്ചവനെ, ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോ ആ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി. ഗർഭിണിയായ ഭാര്യ മരണപ്പെട്ടു പോയി. ആ പെണ്ണിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്. ആ ഗർഭിണിയായ പെണ്ണ് മരിച്ചടോ. ആ പെണ്ണ് ഗർഭിണിയായ രീതിയിൽ മരണപ്പെട്ടു. ആ പെണ്ണിന്റെ ജനാസ കുളിപ്പിച്ചു കഫം പൊതിയുകയാണ്. നിസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ, 6 അടി മണ്ണിലേക്ക് ജനാസ ഇറക്കി വെക്കുകയാ. ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അല്ലാഹുവേ, പലക നിരത്തി മണ്ണിട്ട് മൂടി. എല്ലാവരും മടങ്ങിപ്പോയപ്പോ, രാത്രിയായപ്പോ പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാ. പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാ. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ആകാശത്ത് ഖബറങ്കാട്ടിൽ ഒരു പ്രകാശം കാണുകയാണ്. ജനങ്ങൾ ഓടിച്ചെന്നപ്പോ ആ മരിച്ചു ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ഖബറ് പിളർന്നിരിക്കുകയാ. ആ ഖബറ് പിളർന്നിരിക്കുന്നടോ. ആ മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ ചാരത്ത് ഒരു പൊന്നുമോൻ കിടന്ന് കരയുകയാണ്. ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന ആ പെണ്ണിന്റെ വയറിനകത്ത് കിടന്നിരുന്ന കുഞ്ഞ് കിടന്ന് കരയുകയാണ്. അല്ലാഹുവേ, ആ പൊന്നുമോനെ കോരിയെടുക്കുകയാ. ആ പൊന്നുമോനെ കോരിയെടുക്കുകയാ. ആ സമയത്ത് പടച്ചവരെ, ആകാശത്ത് നിന്നൊരു അശരീരി കേൾക്കുകയാണ്. അല്ലാഹുവേ, ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാ, എന്റെ പൊന്നുമോനെ നീ നോക്കണേ അല്ലാ. എന്റെ പൊന്നുമോനെ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ. പടച്ചവരെ, നീ നിന്റെ ഭാര്യയെ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ വരില്ലായിരുന്നു. അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞത്, എന്റെ ഭാര്യ നോക്കണേ അല്ലാ, എന്റെ കുഞ്ഞിനെ നോക്കണേ അല്ലാ. തവക്കൽതു അലല്ലാഹ്. ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ. സ്റ്റാറ്റസ് ഇടുന്നവർ, ഫോട്ടോ ഷെയർ ചെയ്യുന്നവർ, സ്വന്തം മക്കളുടെ ഫോട്ടോ വരെ ഇട്ടുകൊണ്ട് നടക്കുന്നവർ, നിങ്ങൾ മനസ്സിലാക്കണേ, നബിതങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അതാ പടച്ചവനെ, അതാ അള്ളാന്റെ റസൂലും സ്വഹാബത്തും പോകുമ്പോ അതാ ജഹഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ക്ഷീണം കാരണം നബിതങ്ങളും സ്വഹാബത്തും അവിടെ താമസിക്കുകയാണ്. അല്പം റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു, സുന്ദരനായ, കാണാൻ അഴകുള്ള, സൗന്ദര്യമുള്ള സഹൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ വസ്ത്രമൂരിയിട്ട് കുളിക്കാൻ പോവുകയാ. കേൾക്കണേ ചെറുപ്പക്കാരാ, നബിതങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രമാണ്. മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു തന്റെ വസ്ത്രമൂരിയിട്ട് കുളിക്കാൻ പോകുമ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു സഹൽ തങ്ങളുടെ ശരീരം കാണുകയാണ്. ആദ്യമായിട്ടാണ് സഹൽ എന്ന് പറയുന്ന സ്വഹാബിയുടെ അല്ലാഹുവേ ചുമന്നു തുടുത്തിരുന്ന ശരീരം ഇങ്ങനെ കാണുന്നത്. അത് കണ്ടപ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വല്ലാഹി മാ റഅയ്തുമുൽ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുവരെ ഞാൻ ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ആമിർ തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് വൈരാഗ്യത്തോടെ പറഞ്ഞതല്ല, അസൂയ വെച്ച് പറഞ്ഞതല്ല. ആമിർ തങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞതാ, അത്ഭുതത്തോടെ പറഞ്ഞതാ. പറഞ്ഞു തീരേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, സഹൽ തങ്ങൾ ബോധം കെട്ട് താഴെ വീഴുകയാ. സഹൽ റളിയല്ലാഹു തആല അൻഹു ജുഹഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബിതങ്ങളും സഹാബത്തും അവിടെ താമസത്തിന് വേണ്ടി റെസ്റ്റ് എടുക്കുമ്പോൾ ഈ സഹാബി തന്റെ വസ്ത്രം ഒന്നൂരി, കമീസ് ഒന്നൂരി
ഇത് ഊരിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ സത്യം, എന്തൊരു ശരീരമായത്, ഇതൊരു ബോഡിയാന്നൊക്കെ പറയില്ലേ. ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞതും സുബ്ഹാനല്ലാഹ്, ദാ കിടക്കുന്ന ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സഹാബത്ത് മുഴുവനും ഈ സഹാബി സഹൽ റളിയല്ലാഹു തആല അൻഹുവിനെ കോരിയെടുത്തുകൊണ്ടില്ല ഹദ്റത്ത് റസൂലില്ല നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? നബിയെ, പെട്ടെന്ന് വീണു നബിയെ. ഇവിടുന്ന് വസ്ത്രം ഊരിയപ്പോൾ പെട്ടെന്ന് വീണു നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ച്, നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആ സമയത്ത് സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, മഹാനായ ആമിർ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിയെ, ആമിർ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിതങ്ങളുടെ മുഖം പെട്ടെന്നങ്ങ് ചുമന്നു. നബിതങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാ, അലാമായ ഖുതുല അഹദുകും അഖ, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി നബിതങ്ങൾ ഒറ്റ ചോദ്യം, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുവാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ കണ്ണും നാവും അത്രത്തോളം നമ്മൾ സൂക്ഷ്മത പുലർത്തണം. ഞാൻ ഇന്നും പറയേണ്ടായി, ഞാൻ കാസർഗോഡ് മംഗലാപുരത്ത് നിന്ന് ഒരിക്കൽ വഴുത കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഇങ്ങനെ തിരിച്ചു വരുന്ന സമയം അത്യാവശ്യം ഒരു കാര്യമുള്ളത് കാരണം ഞാനാ വണ്ടി ഓടിച്ചത്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചപ്പോൾ ഒരു ഉസ്താദിന്റെ വണ്ടിയെ ഓടിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു പയ്യനിരിക്കുന്നുണ്ട്, ഓൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഉസ്താദിന്റെ വണ്ടി ആരെടുത്തുകൊണ്ട് പോയാലും സാധാരണ ഇടിക്കാറുണ്ട്, ഉസ്താദെ ഒന്ന് പതുക്കെ പോകാൻ. ഞാൻ എടുത്തുകൊണ്ടുപോയ ഉസ്താദ് ഒരു പ്രഭാഷകനാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു പുതിയ വണ്ടി എടുത്താൽ ഏതെങ്കിലും ഉസ്താദ് എടുത്തുകൊണ്ട് പോയി ഇടിക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഉസ്താദെ ഒന്ന് പതുക്കെ പോ, ഇയാളുടെ വണ്ടി ആരെടുത്തുകൊണ്ട് പോയാലും കൊണ്ട് ഇടിക്കലാണെന്ന്. ഇവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ട് സ്പീഡ് തന്നെ കുറച്ചൊന്നും മിണ്ടാതിരിയിടാന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, ഒരു മതിൽ പിടിച്ചിട്ട് വണ്ടി താഴെ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മതിലിടിച്ച് മറിച്ചിട്ടങ്ങ് പോയി. രാത്രി 1:30. പിന്നെ എന്ത് ചെയ്യാനാ, വണ്ടിയൊക്കെ പൊക്കി. അന്ന് ഞാൻ പറഞ്ഞു, ഇവൻ്റെ നാവ് സൂക്ഷിക്കണമെന്ന്. ചിലരെങ്ങനാണോ, ചില വാക്ക് പറഞ്ഞ അപ്പം തന്നെ വീടിൻ്റെ മുമ്പിൽ നല്ല ഒരു കൊല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തൊരു കൊലയാ അല്ല, ആ കൊല നിന്നതിൻ്റെ അസർ പോലും കാണാറില്ല, കരിഞ്ഞു കളയും. പണ്ടുള്ള ഉമ്മമാര്, ഈ കുഞ്ഞുങ്ങള്, ചില ഉമ്മമാര് വരുമ്പോൾ കുഞ്ഞിനെ എടുത്ത് വീടിൻ്റെ ഒക്കെ തോടി കയറും, പേടിയാ, വേറൊന്നുമല്ല. അവരെന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾക്കറിയോ, എടോ, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് സ്വന്തം മുഖം നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ ഉണ്ടെന്ന് നമ്മൾ പോലും പറയാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങളുടെ കാലഘട്ടം അള്ളാഹു ഓരോരുത്തർക്കും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ ആടും മേച്ചു പോവാ. ആടും മേച്ചു പോകുന്ന സമയത്ത് ഒരു ചെന്നായ വന്നിട്ട് ഒരാടിനെ പിടിച്ചു. ആ ആടുകളുടെ ഇടയിൽ നിന്ന് ഒരാടിനെ പിടിച്ചിട്ട് ചെന്നായ ഓടുക. ഈ ചങ്ങാതിയാണെങ്കിൽ ബാക്കിയുള്ള ആടിനെ മുഴുവനും വിട്ടിട്ട് ആ ചെന്നായിയുടെ പുറകിൽ ഓടുകയാണ്. കമ്പും കാലും എടുത്ത് കല്ലെറിയുന്നുണ്ട്, കമ്പെറിയുന്നുണ്ട്. ചെന്നായ നിൽക്കണില്ല, ഓടുന്നുണ്ട്. ഈ ചങ്ങാതി പുറകിൽ ഓടുകയാണ്. എത്രയൊക്കെ നോക്കിയിട്ടും സ്പീഡിൽ ഓടിയിട്ടും ഈ മനുഷ്യൻ ആ ചെന്നായിയെ വിടുന്നില്ല. അവസാനം ചെന്നായിക്ക് മനസ്സിലായി, ഇവൻ എന്നെ വിടൂല. ചെന്നായി എന്ത് ചെയ്തു? ഓടിപ്പോകുന്ന ചെന്നായി പിടിച്ചിരുന്ന ആടിനെ താഴെ ഇട്ടു. എന്നിട്ട് തിരിച്ചു നിന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അത്രേ, എനിക്ക് എൻ്റെ റബ്ബ് തന്ന റിസ്ക് തട്ടിപ്പറിക്കാനാ നീ വരുന്നേ, എത്ര ഓടിയാലും നിനക്ക് കിട്ടൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എത്ര മനുഷ്യനെ പഠിക്കേണ്ടത്? ആ ചെന്നായ പിടിച്ചുകൊണ്ട് പോകുന്ന ആടും പിടിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ പുറകിലോടുക. അവസാനം ചെന്നായ തന്നെ പറഞ്ഞു കൊടുത്തോടാ, ചങ്ങായി, എൻ്റെ റബ്ബ് എനിക്ക് എഴുതിയ റിസ്ക്കായത്, നീ വന്നാ കിട്ടൂല, നീ നിന്റെ പണി നോക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഈ ചേറൂരിൽ ഏതോ ഒരു വീട്ടിൽ എനിക്ക് തിന്നാനുള്ള ഭക്ഷണത്തിൽ അള്ളാഹു എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയി അത് കഴിക്കും. നിങ്ങൾ ആരെങ്കിലും കഴിക്കുമോ? പറ. പത്തനാപുരത്ത് കിടന്ന എനിക്ക് ഇന്ന് ഈ ചേറൂരിൽ, ഉസ്താദിൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ, എനിക്ക് ആരുടെ വീട്ടിൽ ഭക്ഷണം എഴുതിയിട്ടുണ്ട്, എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ആ ഭക്ഷണം ഞാനേ കഴിക്കൂ, നിങ്ങളാരും കഴിക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കുമോ? നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയത് ഞാൻ കഴിക്കുമോ? ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഓരോരുത്തർക്കും അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മക്കളെ പഠിപ്പിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കൊച്ചു കുട്ടികൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്ന എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചവരാ, എത്രയോ സംഭവങ്ങൾ നമ്മൾ പഠിച്ചവരാ. എടോ, അള്ളാഹുവിൽ ഒരാൾ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു കൈവിടൂല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ പഠിക്കുന്നു. ഒരു മനുഷ്യൻ, ഒരു വലിയ മഹാൻ, ആ മഹാനിനെ കാണാൻ വേണ്ടി നാട്ടുകാർ കടന്നു വന്നു. നാട്ടിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ ഹജ്ജിന് പോവാ, നിങ്ങൾ വരുന്നുണ്ടോ? ഞങ്ങൾ ഹജ്ജിന് പോവാ. മഹാന്റെ പേര് ഞാൻ മറന്നുപോയി. ആ മഹാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ വീട്ടിലെ മഹാനവറുകൾ, മക്കളും ഭാര്യ എല്ലാവരും ഇരിക്കുന്നുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആരുണ്ട്, കുറച്ച് പൈസ ഉണ്ട്, എനിക്ക് ഹജ്ജ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഭാര്യയും മക്കളും കൂടെ പറയാം, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ആരാ നോക്കുക? നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ആരാ നോക്കുക? ഞങ്ങൾക്ക് ആരാ? ഞങ്ങളുടെ ഭക്ഷണം വേണ്ടേ? പോയി വരുന്നത് വരെ ചെലവിന് വേണ്ടേ? ആരാ ഇത് നോക്കുക? അപ്പൊ ഇങ്ങനെ ഭാര്യയും മക്കളും കൂടെ വീട്ടിലിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മകളുണ്ടായിരുന്നു. ആ ചെറിയ മകൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്ന അള്ളാണോ വാപ്പാണോ എന്ന്? ആ ചെറിയ മകള് ചോദിച്ച ഒരു ചോദ്യം, നമുക്കൊക്കെ ഭക്ഷണം തരുന്നത് അള്ളാഹുവാണോ അതോ വാപ്പയാണോ? അള്ളാഹു അല്ലേ ഭക്ഷണം തരുന്നത്. വാപ്പാനോട് പറഞ്ഞു, വാപ്പ അള്ളാഹ് നോക്കിക്കൊള്ളും, നിങ്ങൾ പൊക്കോളാൻ. ആ ചെറിയ മകളുടെ മറുപടിക്ക് മുമ്പിൽ മക്കൾ ബാക്കിയുള്ളവരൊക്കെ ഉത്തരം മുട്ടി. അങ്ങനെ ആ മനുഷ്യൻ ഹജ്ജിന് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞു, വീട്ടിൽ പട്ടിണിയായി, കഴിക്കാൻ ഭക്ഷണമില്ല, വീടിൻ്റെ അകത്ത് പട്ടിണിയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പൊന്നുമോള് വിശന്നിട്ട് അടുക്കളയിൽ ഉമ്മാൻ്റെ അടുക്കൽ ചെന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭക്ഷണമില്ല. ഈ മോള് കരയുന്നത് കണ്ടപ്പോൾ കൂടപ്പുറപ്പുകളെല്ലാം കൂടെ പറഞ്ഞു, നീ ഒറ്റ ഒരുത്തി കാരണമാ വാപ്പ ഹജ്ജിന് പോയേ. നീ ഒരാളല്ലേ പറഞ്ഞത് അള്ളാഹ് തരുമെന്ന്, അള്ളാൻ്റെ ഇത് മേടിച്ചിരുന്നു. എല്ലാവരും കൂടെ ആ പൊന്നുമോളെ ഒറ്റപ്പെടുത്തി. ആ ചെറിയ മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു അള്ളാഹ്, എനിക്ക് വിശക്കുന്നു റഹ്മാനെ, എനിക്ക് വിശക്കുന്നു പടച്ചവനെ. ആ പൊന്നുമോൾ അള്ളാൻ്റെ അടുക്കൽ പരാതി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ വീടിൻ്റെ വാതിലിൽ ആരോ കടന്നിങ്ങനെ തട്ടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ പറയുന്നു, എനിക്ക് കഴിക്കാൻ വല്ലതും താ, എനിക്കൊന്നുമില്ല, കുടിക്കാൻ ഒത്തിരി വെള്ളമെങ്കിലും താ. ഇവിടെ പറഞ്ഞു കഴിക്കാൻ എന്തെങ്കിലും തരാൻ. അപ്പൊ പറഞ്ഞു കഴിക്കാൻ ഒന്നുമില്ല, എന്താ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും എന്താ? അങ്ങനെ വെള്ളം കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ നല്ല പരിചയമുണ്ടല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാ. വേട്ടയ്ക്ക് വേണ്ടി പോയപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് വഴിതെറ്റിപ്പോയി, ഭക്ഷണമില്ല, വെള്ളമില്ല. പടച്ചവനെ, രാജ്യത്തിൻ്റെ ഭരണാധികാരി വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് യാചിക്കുന്നു വെള്ളം തരാൻ. അപ്പോഴാണ് ആ ഭാര്യ പറയുന്നു, സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചോദിച്ചു, എന്തേന്ന്? ഇന്നലെ എൻ്റെ മകള് വീടിൻ്റെ അകത്ത് തിന്നാനില്ലാതെ എൻ്റെ വീടിനകത്തിരുന്ന് കരഞ്ഞു. ഇന്ന് നേരം വെളുത്തപ്പോൾ ഭരണാധികാരി എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെന്താ? അപ്പോൾ ചോദിച്ചു, ഇത് ആരുടെ വീടാ? പറഞ്ഞു കൊടുത്തു, ഇന്ന മഹാനിൻ്റെ വീടാ. പ്രിയപ്പെട്ടവരെ, പട്ടാളക്കാർ മുഴുവനും ഓടി വന്നു. ഭരണാധികാരി തൻ്റെ അരയിലിരുന്ന സ്വർണ്ണ നാണയം എടുത്ത് വീടിന് മുമ്പ് വെച്ചു. എല്ലാവരും, എന്നെ ഇഷ്ടപ്പെടുന്നവർ മുഴുവനും, കയ്യിലുള്ളത് മുഴുവനും ഇവിടെ വെക്ക്, എല്ലാവരും അവിടെ വെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് വീടിൻ്റെ മുമ്പിൽ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോഴും ആ മകളിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മകൾ അപ്പോഴും ഇരുന്ന് കരയുക. അപ്പൊ രാജാവ് പൊന്നുമോളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇനി എന്തിനാ നീ കരയണേ? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് കിട്ടിയല്ലോ, ഇനി മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടു കൂടി കഴിയാനുള്ളതൊക്കെ കിട്ടിയല്ലോ, ഇനി എന്തിനാ കരയണേ? അപ്പൊ ആ പൊന്നുമോള് പറയുകയാ, എടാ, അള്ളാഹുവിൻ്റെ ഒരടിമ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് കിട്ടി, അപ്പോൾ അള്ളാഹ് തന്നാലോ? അതാ ചിന്തിക്കേണ്ടത്. പടച്ചവനെ കുറിച്ച് നമ്മൾ പഠിക്കണം, കുട്ടികൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ കടമയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, യതീംഖാന ബഹുമാന്യരായ സയ്യിദന്മാർ, പാണക്കാട് തെങ്ങന്മാർ തങ്ങളുടെ പ്രഭാഷണത്തിൽ അവരൊരു കുടുംബം പോലെ തലമുറകൾ കൈമാറി അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം ഇങ്ങനെ കടന്നു പോകുന്നു. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാ. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം, ആദരിക്കാൻ പഠിക്കണം. തങ്ങന്മാരാകട്ടെ, അത് പാണക്കാട് തങ്ങന്മാരാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള തങ്ങന്മാരാകട്ടെ, സയ്യിദന്മാരാകട്ടെ, ആരുമാകട്ടെ, എല്ലാവരെയും ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മൾ പഠിക്കണം. അവരും അല്ലാഹുവിന്റെ അഹ്ലു ബൈത്താണ്, നബിതങ്ങളുടെ കുടുംബമാണ്. നമ്മൾ എന്തെങ്കിലും വാശിയും വൈരാഗ്യവും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതും പറയും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അവനവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ എല്ലാം അധികാരത്തിന്റെ കാലമാ, സ്ഥാനമാനങ്ങളുടെ കാലമാ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വേണം. അതിനു വേണ്ടിയിട്ട് എന്തും പറയാൻ നമ്മൾ തയ്യാറാകുന്നു. ഏത് വൃത്തികെട്ട വഴികളും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അധികാരമോഹം നമ്മളെ വല്ലാതെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അധികാരം വേണം. അതിനുവേണ്ടി ആരെയും എന്തും പറയുന്നൊരു സ്വഭാവം, അതെല്ലാം കളയണം. അധികാരമോഹം നല്ലതല്ലടോ, ഒരിക്കലും അധികാരമോഹം നല്ലതല്ല.
അതിന് ഏറ്റവും വലിയ മോഹം എന്താ? ഈ അധികാരം അത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മൾ പഠിക്ക്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്ക്. അധികാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി എന്തും ചെയ്യുന്നവർ, നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണം. ആരാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? കോടീശ്വരനായിരുന്നു. അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത മനുഷ്യനാ. നിങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് പഠിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിൽ 150ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന യതീമായ മക്കൾ. ആ മക്കളെ കുറിച്ച് നിങ്ങൾ പഠിക്ക്. അവരെ സഹായിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യതീമായ മക്കളെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. അവരുടെ മഹത്വം നമ്മൾ അറിയണം. യതീമായ കുട്ടികളുടെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവരെ തേടിപ്പോയനെ. അൽഹംദുലില്ലാഹ്, യതീമായ മക്കളുടെ മഹത്വം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ വല്ലാഹി സത്യം നമ്മൾ അവരെ തെരഞ്ഞു നടന്നേനെ. നമുക്ക് യതീമിന്റെ മഹത്വം അറിയില്ല. യതീമിന്റെ മഹത്വം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ, ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ ഞാനും നിങ്ങളും അടുത്തിരിക്കുകയാ. ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറയട്ടെ. മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുത്തിയാൽ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുത്തിയാ മതി, നമ്മുടെ പാപം പൊറുക്കും. പക്ഷേ ലക്ഷങ്ങൾ മുടക്കി അവിടെ പോയാ അത് ഫ്രീ ആയിട്ട് കിടക്കുവല്ല, ഓടിപ്പോയി മുത്താൻ. എന്നാൽ എൻ്റെ സഹോദര, നിന്റെ പാപം പൊറുക്കാനുള്ള ഒരു വഴി 150 വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. യതീമായ 150 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ 150 മക്കളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ തലയിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തടകിയാ മതി. ആ യതീമായ മക്കളുടെ തലയിൽ കൈ വെച്ചിട്ട് നീ ഒന്ന് തടക്. ആ യതീമായ കുഞ്ഞുങ്ങളുടെ തലയിൽ നീ കൈവച്ച് തടകിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ യതീമായ മക്കളുടെ തലയിലൊന്ന് കൈവച്ചിട്ട് ഇങ്ങനെ തടക്. ഫോട്ടോ എടുക്കരുത്, അത് വേറെ. ആ മക്കളോട് അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നിങ്ങൾ തലയിൽ കൈവച്ച് തടകിയാൽ എത്ര രോമം നിങ്ങളുടെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരും. അതാണ് യതീം. അന വഖാഫിൽ യതീമി ഫി ജന്നതി ഹകദ. യതീമിനെ സ്നേഹിക്കുന്നവൻ, യതീമിനെ ഇഷ്ടപ്പെടുന്നവൻ, യതീമിനെ സഹായിക്കുന്നവൻ സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവൻ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രതിഫലം. 150 മക്കൾ ഇവിടെയുണ്ട്. ആ മക്കൾക്ക് ഒരാൾക്ക് 3000 രൂപ ഒരു മാസം 3000 രൂപ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുട്ടികൾക്ക് ഒരു കൊല്ലം 36,000 രൂപ. ഈ മക്കളെ നമ്മൾ ഏറ്റെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? പെങ്ങളെ, വെറുതെയല്ല പൊന്നുമോളെ, വല്ലാത്ത പ്രതിഫലമാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ ചരിത്രം അറിയുമോ? ഒരിക്കൽ നബി തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. തങ്ങളെ നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. പടച്ചവരെ, ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു യാത്ര പോകുകയാണ് നബിയേ, ഞാനൊരു യാത്ര പോകുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് യാത്ര പറയുകയാണ്. നാളെ നേരം വെളുത്താ ഞാനൊരു യാത്ര പോവുകയാണ്. പടച്ചവനെ, ഒരുങ്ങി വരാൻ നബി തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, അങ്ങനെ സ്വഹാബി പിരിഞ്ഞു പോയി. അന്ന് രാത്രിയിൽ നബി തങ്ങളുടെ മുമ്പിൽ മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നാളെ രാവിലെ യാത്ര പോവുകയാണ്. നല്ലതുപോലെ യാത്രയാക്ക് നബിയേ, സന്തോഷത്തോടെ യാത്രയാക്ക് നബിയേ. ഇനി തിരിച്ചു വരില്ല നബിയേ, അവസാന യാത്രയാണ് നബിയേ. ഇതാ
അവസാനത്തെ യാത്രയാണ് നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. കാരണം ദീനിനെ ഒരുപാട് സഹായിക്കുന്ന സ്വഹാബിയാ. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. നേരം വെളുത്തു, നബി തങ്ങളുടെ മുമ്പിൽ വന്ന് യാത്ര പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് യാത്ര പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് കൂടെ പോയി, നബി തങ്ങൾ കൂടെ പോയി. അവസാനം വാഹനത്തിൽ കേറാ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂലൊന്ന് കെട്ടിപ്പിടിക്കുകയാ. നബിതങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചടോ. കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ. അല്ലാഹുവേ, സ്വഹാബത്തിന് പോലും ചോദിച്ചു, അവസാന യാത്ര പറയുന്നത് പോലെ എന്തേ നബിയേ, എന്തേ നബിയേ? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പടച്ചവനെ, മാസങ്ങളായി ആഴ്ചകൾ കഴിഞ്ഞു. ഒരിക്കൽ മസ്ജിദ് നബവിയിൽ നബിതങ്ങൾ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുമ്പിലേക്ക് ചിരിക്കുന്ന മുഖത്തോടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, നബിതങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് ജീവനോടെ കേറി വരികയാ. നബിതങ്ങൾക്ക് വലിയ സന്തോഷമായടോ. ജിബ്രീൽ മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബിയാണ് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നത്. നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നല്ലോ, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും കൂടെയുള്ളവരും പടച്ചവനെ യാത്രയിൽ ഇങ്ങനെ പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ വല്ലാത്ത ക്ഷീണമായി. അവർക്കെല്ലാവർക്കും യാത്രയുടെ ക്ഷീണമായി. പടച്ചവനെ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ വീട് കാണുകയാണ്. സ്വഹാബത്ത് പടച്ചവനെ ആ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ചോദിച്ചു. ആ സമയത്തൊരു പ്രായമായ ഉമ്മ എവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താ, ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ? ആ മാതാവ് പറഞ്ഞു, ഭക്ഷണം ഞങ്ങൾ വെച്ച് തരാം, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക. പടച്ചവനെ, അങ്ങനെ സ്വഹാബത്ത് മുഴുവനും പോയി കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞ് സ്വഹാബത്ത് എഴുന്നേക്കുമ്പോ സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുകയാണ്. യഥാ സ്വഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ആ പ്രായമായ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല. ആ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല. വേറെ ആരോ ആ വീടിന്റെ അകത്തുണ്ട്, വേറെ ആരോ ആ വീടിന്റെ അകത്തുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇങ്ങനെ സംശയം പറഞ്ഞപ്പോ ആ ഉമ്മാടെ വീടിന്റെ മുമ്പിൽ ചെന്നു. ഉമ്മാ, ആരാ ഉമ്മ ഈ ഭക്ഷണം തയ്യാറാക്കിയത്? ആ സമയത്ത് ആ ഉമ്മ പറയുകയാണ്, എനിക്ക് യതീമായ 2 മക്കളുണ്ട്, എനിക്ക് യതീമായ 2 മക്കളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞവരാണ്. അവരുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ യതീമായ മക്കള് അവിടെന്ന് പറഞ്ഞു, ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ ആ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തന്നാലോ. എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. വിവാഹപ്രായം കഴിഞ്ഞ 2 പെൺമക്കൾ വീടിന്റെ അകത്തിരിക്കുകയാണ്. ആ മക്കൾ യതീമായ മക്കളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാ ഈ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കുന്നതാരാ? ഈ പെൺമക്കളെ വിവാഹം കഴിക്കുന്നതാരാ? വേണ്ടത് ഞാൻ തരാ, എന്റെ സമ്പത്ത് തരാ. യതീമായ മക്കളെ വിവാഹം കഴിക്കുന്നവർക്ക് ഞാൻ സമ്പത്ത് തരാ. പടച്ചവനെ, അങ്ങനെ 2 സ്വഹാബികളെ വിവാഹം കഴിക്കുകയാണ്. വേണ്ടത് മുഴുവൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കൊടുത്തടോ. പെങ്ങളെ, അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ
അസ്റായിൽ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അപ്പോഴാണ് യതീമായ രണ്ട് പെൺകുട്ടികൾ വീടിന്റെ അകത്തിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാ, ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ മനുഷ്യനെ നീ കൈവിടല്ലേ അല്ലാ. യതീമായ രണ്ട് പെൺകുട്ടികൾ വീടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു പറഞ്ഞു, അസ്റായീലേ തിരിച്ചു വാ. അസ്റായീൽ അവിടുന്ന് തിരിച്ചു വിളിക്കുകയാണ്. അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു. പെങ്ങള് യതീമായ രണ്ട് പെൺമക്കൾക്ക് വിവാഹം കഴിക്കാൻ സഹായം കൊടുത്തപ്പോ അല്ലാഹുവേ ആ സ്വഹാബിയുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ സ്വഹാബി പിന്നെ ഒരുപാട് കാലം ജീവിച്ചടോ. ഈ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, അധികാരം ഇഷ്ടപ്പെടുന്നവരുണ്ടോ, അധികാരം മോഹിക്കുന്നവരുണ്ടോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ചരിത്രം നിങ്ങൾക്കൊരു പാഠമാണോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ നബി തങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. നബി തങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ പല കാര്യങ്ങളും ചോദിച്ചിരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോടാണ്. പല കാര്യങ്ങളും അവിടെ നിന്ന് ചോദിച്ചത്. അവസാനം അബൂബക്കർ തങ്ങളുടെ മരണമെടുത്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഖലീഫയാക്കാം, നിന്നെ ഞാൻ ഖലീഫയാക്കാം, നിന്നെ ഇസ്ലാമിന്റെ ഖലീഫയാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, എനിക്കതിനുള്ള അവകാശമില്ല, എനിക്കതിനുള്ള അർഹതയില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ പേര് പറയണം, ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയണം, എനിക്കതിനുള്ള അർഹതയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുകയാണ്, അതാ ഉമറിന്റെ പേര് പറയാൻ. അങ്ങനെ ഉമർ തങ്ങൾ, അതാ അബൂബക്കർ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഉമർ തങ്ങളുടെ പേര് പറഞ്ഞു. രണ്ടാമത്തെ ഖലീഫയായി ഉമർ തങ്ങൾ അധികാരമേറ്റു. പടച്ചവനെ, ഉമർ തങ്ങളും മരണമെടുത്തപ്പോ 6 പേരുടെ പേരെഴുതി വെച്ചു. രണ്ടടുത്ത ഖലീഫയാകാൻ അർഹതയുള്ള 6 പേരുടെ പേരെഴുതി വെച്ചു. ആ 6 പേരിൽ ഒന്നാമത്തെ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് ഓടിച്ചെന്ന് ഉസ്മാൻ തങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഖലീഫയാകാനുള്ള അർഹത ഉസ്മാനിനാണ്. തന്റെ പേര് പറയാതിരിക്കാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആദ്യം തന്നെ ചാടി എഴുന്നേറ്റ് പോയി ഉസ്മാൻ തങ്ങളുടെ കൈ പിടിച്ചു. ഉസ്മാനാണ് അർഹത. അങ്ങനെ ഉസ്മാൻ തങ്ങൾ ഖലീഫയായി. പടച്ചവനെ, അവസാനം ഉസ്മാൻ തങ്ങൾ രോഗങ്ങൾ പിടിച്ചു മരണമെടുത്തെന്ന് മനസ്സിലാകുമ്പോ ഉസ്മാൻ തങ്ങൾ എഴുതി വെക്കുകയാണ്. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് എഴുതി വെക്കുകയാണ്, അല്ലാ, അടുത്ത ഖലീഫയാകാൻ, അടുത്ത ഖലീഫയുടെ പേരെഴുതി വെക്കുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഖലീഫയാക്കണമെന്ന് ഉമർ തങ്ങൾ എഴുതി. അതാ ഉസ്മാൻ തങ്ങൾ എഴുതി വെക്കുകയാണ്. റബ്ബേ, ഈ വാർത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ആ എഴുതിയ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, അടുത്ത ഖലീഫ നിങ്ങളാ, അടുത്ത ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ നിങ്ങളാ, നിങ്ങളുടെ പേര് ഉസ്മാൻ തങ്ങൾ എഴുതി വെച്ചെന്ന് പറയുമ്പോ അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഉസ്മാൻ തങ്ങൾ അടുത്ത ഖലീഫയായി എന്റെ പേരെഴുതി വെച്ചിരിക്കുന്നു. റബ്ബേ,
എനിക്കതിനുള്ള അർഹതയില്ല റബ്ബേ, എനിക്കതിനുള്ള അർഹതയില്ല റബ്ബേ. അതുകൊണ്ട് നാദാ, ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണേ അല്ലാ. അധികാരം പേടിച്ചടോ, അധികാരം പേടിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിനക്ക് കണക്ക് പറയണമെന്നുള്ള ഭയം കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അവിടുന്ന് മുത്തുനബിയുടെ റൗളയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് ഉസ്മാൻ തങ്ങൾ മരിക്കുന്നതിന് മുമ്പേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ലോകത്തോട് വിട പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയോ? അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, അവനവന്റെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ തങ്ങന്മാരെ കുറ്റപ്പെടുത്തുന്നവരുണ്ടടോ, സയ്യിദന്മാരെ പരിഹസിക്കുന്നവരുണ്ടടോ, ആലിമീങ്ങളെ നാണം കെടുത്തുന്നവരുണ്ടടോ. വേണ്ട സഹോദരാ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ രക്തമാ, മുത്തുനബിയുടെ കുടുംബമാ, സയ്യിദന്മാരാരാകട്ടെ, അത് പാണക്കാട് തങ്ങന്മാരാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള തങ്ങന്മാരാകട്ടെ, എല്ലാവരും അഹ്ലു ബൈത്താ, എല്ലാവരും തങ്ങന്മാരാ. മക്കളെ കളിക്കല്ലേ, നാണം കെടുത്തല്ലേ, തോന്നിവാസം പറയല്ലേ. അവസാനം ഇന്ന് നിന്റെ കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ടാകും ചെറുപ്പക്കാരാ. അവസാനം നിനക്ക് തിരിയുന്ന ഒരു സമയമുണ്ടടോ. കാബുലുൽ അർവാഹു മലക്ക് അസ്റായീൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടടോ. തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്ന ആഗ്രഹത്തോടെ അത് പറയാ ശ്രമിക്കുമ്പോ നിന്റെ നാവ് പൊങ്ങില്ല വാപ്പാ, നിന്റെ നാവ് പൊങ്ങില്ല ചെറുപ്പക്കാരാ. കാരണം മുത്തുനബിയുടെ കുടുംബത്തെയാ നീ കളിയാക്കിയത്, സയ്യിദന്മാരെയാണ് കുറ്റം പറഞ്ഞത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങള്. വേണ്ടടോ, കുറ്റപ്പെടുത്തല്ലേ. ഈ ദറസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന് പോലും ബഹുമാനമുണ്ടടോ, അവനെ ബഹുമാനിക്കണേ. ഒരു മുത്തഅല്ലിം കുഞ്ഞാണെന്ന് പറഞ്ഞവനെ നിസാരമാക്കരുത്. അവന്റെ മനസ്സ് വേദനിപ്പിച്ചാ പോലും പടച്ച റബ്ബ് വെറുതെ വിടൂല. അതുകൊണ്ട് സഹോദരങ്ങള്, എല്ലാവരെയും ആദരിക്കാൻ പഠിക്ക്, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്ക്, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ച് എല്ലാവരും ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്ക്. എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരാണല്ലോ, ആദർശം മുറുകെ പിടിക്കുന്നവരാണല്ലോ. അൽഹംദുലില്ലാഹ്, 100-ാം വാർഷികം വരികയാ. സമസ്തയുടെ 100-ാം വാർഷികം വരുമ്പോ പടച്ചവരെ സുന്നികൾ ഒരുമിച്ച് കൂടേണ്ടതാണല്ലോ. കാസർഗോഡ് കുണിഞ്ചയിൽ കോടി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിക്കുമ്പോ സയ്യിദന്മാരും പണ്ഡിതന്മാരും ആലിമീങ്ങളും മഹാഫുലീങ്ങളും സംഘടനകളും പാർട്ടികളും മറന്നിട്ട് അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്ന സുന്നത്തിന്റെ അഹ്ലുകാര് പടച്ചവരെ കാസർഗോഡ് ഒരുമിച്ച് കൂടുമ്പോ ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ തയ്യാറാക്. അതിനുവേണ്ടി പരിശ്രമിക്ക്, അതിനുവേണ്ടി പരിശ്രമിക്ക്, അതിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യ്. അവസാനം അല്ലാഹ് 8-ാം തീയതി വൈകുന്നേരം അവസാനിക്കുമ്പോ അല്ലാഹുവേ, ആരൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചോ നീ അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോ അതിനകത്തൊരു ആമീൻ വേണ്ടേ, അതിനകത്തൊരു നിമിഷമെങ്കിലും ചെലവഴിച്ചവരാകണ്ട്. അതിനു വേണ്ടി പരിശ്രമിക്ക്, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ആയുസ് പടച്ച റബ്ബ് നീട്ടിക്കൊടുത്തത് ഒരു യതീമായ 2 പെൺകുട്ടികളുടെ ദുആയാ. അതുകൊണ്ട് ഈ സദസ്സിനോട് പറയുകയാണ്, 150ഓളം മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്ത് നേടിയടോ? 2025 ഇതാ വിട പറയാൻ പോകുകയാണ്. നീ എന്ത് നേടി?